എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു ദേശീയ പതാകയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി A4 പേപ്പർ എടുത്തിട്ടുണ്ട്. 20 സെന്റിമീറ്റർ വീതിയുള്ള A4 പേപ്പർ, നീളം 30 സെന്റിമീറ്റർ. ഇനി അതിന്റെ വീതി 3ആയി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 7 സെന്റിമീറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ സാഫ്രോൺ, വൈറ്റ്, ഗ്രീൻ എന്നീ കളറാണ് വേണ്ടത്. വൈറ്റിന് നമ്മൾ പേപ്പർ വൈറ്റ് ഒഴിച്ചു കൊടുക്കും. ഇതിൻ്റെ മധ്യത്തിൽ ഒരു വൃത്തം വരക്കണം. അതിനായി ഇതുപോലുള്ള ചെറിയ പാത്രത്തിൻ്റെ മൂടിയോ ബാങ്കിലോ അല്ലെങ്കിൽ കോമ്പസോ ഉപയോഗിച്ച് വൃത്തം വരയ്ക്കാം. സാധാരണയായി അശോക ചക്രം വരയ്ക്കുമ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. എന്നാൽ ഇതാ ഒരു എളുപ്പ വഴി. ആദ്യം പ്ലസ് വരയ്ക്കുക, പിന്നീട് ഇൻറ്റു വരയ്ക്കുക. അപ്പോൾ 8 ലെഗ്സ് ആയി. അതിനിടയിൽ ഈ 2 ലെഗ് മാർക്ക് ചെയ്ത് നമുക്കത് 24 ലെഗാക്കി മാറ്റാം. ഈ വീലിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒരു ചെറിയ വൃത്തം കൂടെ വരച്ച് ഇത്തിരി ഡെപ്ത് കൂട്ടാനുണ്ട്. മധ്യത്തിൽ ഒരു വൃത്തം കൂടെ വരും. ഇത് ബോൾ പെൻ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഷാർപ്പായിട്ട് കിട്ടും. ഓരോ ലെഗിൻ്റെയും ഇടയിൽ ഇതുപോലെ യു ഷേപ്പ് വരച്ച് അത് ചെയ്യുക. മധ്യത്തിലെ വൃത്തം ബോൾ പെൻ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് വരച്ച് ഡെപ്ത് കൂട്ടണം. നമുക്കിത് പ്ലാസ്റ്റിക് ക്രയോൺ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് കളർ ചെയ്യാം. കളർ പെൻസിൽ കൊണ്ടും വാക്സ് ക്രയോൺ കൊണ്ടും പെസ്റ്റൽസ് കൊണ്ടും ഇതുപോലെ കുട്ടികൾക്ക് കളർ ചെയ്തത്. ഇനി ഗ്രീൻ കളർ പെയിന്റ് അടിക്കുമ്പോഴും നമ്മൾ അല്പം യെല്ലോ കളർ മിക്സ് ചെയ്താൽ നമ്മൾ ഉദ്ദേശിച്ച ടോൺ ലഭിക്കും. വാട്ടർ കളറിലുള്ള നമ്മുടെ ദേശീയ പതാക
വാനിൽ ഉയരട്ടെ നമ്മുടെ ത്രിവർണ്ണ പതാക.